പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. വിഷ്ണുമായ സോമയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കുകയാണ് അല്ലേ. 2026 ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങം 1 ആരംഭിക്കുന്ന ഈ പുതുവർഷം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്യോതിഷ വിശകലനത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷത്തിലെ ഒന്നാമത്തെ കൂറായ മേടക്കൂറയെക്കുറിച്ചാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം അഥവാ ഒന്നാം പാദം ചേരുന്നതാണ് മേടക്കൂറ്. ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം അവസാനം വരെയുള്ള ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ധനം, തൊഴിൽ, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി ചർച്ച ചെയ്യും. കൂടാതെ ഈ വർഷം നിങ്ങളെ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനെ മറികടക്കാനുള്ള ലളിതമായ പ്രതിവിധികളും ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചിങ്ങവർഷ ഫലങ്ങളിലേക്ക് കടക്കാം. ഏതൊരു വർഷഫലവും കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ വർഷത്തെ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചിങ്ങവർഷത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ 4 പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരപഥമാണ്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം നിങ്ങളുടെ രാശിയുടെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടെ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ശനി ഭഗവാൻ നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് വളരെ അനുകൂലമായ ഒരു സ്ഥാനമാണ്. രാഹു 12-ാം ഭാവത്തിലും കേതു 6-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് പൊതുവെ നോക്കിയാൽ മേടക്കൂറുകാർക്ക് 2026 ചിങ്ങം പുതുവർഷ ഫലം സമ്മിശ്ര ഫലങ്ങളാണ് തരുന്നത്. ചില മേഖലകളിൽ വൻ മുന്നേറ്റവും ചില കാര്യങ്ങളിൽ കടുത്ത ജാഗ്രതയും ഈ വർഷം ആവശ്യമാണ്. അതെന്തൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് തൊഴിൽ ബിസിനസ് മേഖലയെക്കുറിച്ചാണ് കേട്ടോ. മേടക്കൂറുകാരായ ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ വ്യാപാരികൾക്കും ഈ വർഷം കഠിനാധ്വാനത്തിൻ്റെ കാലഘട്ടമാണെന്ന് പറയാം. ശനിയുടെ 11-ാം ഭാവത്തിലുള്ള സ്ഥിതി നിങ്ങൾക്ക് തൊഴിൽ വലിയ തോതിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാക്കില്ല. എങ്കിലും വ്യാഴം 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച അത്ര ലാഭമൊന്നും കിട്ടുകയില്ല. നിങ്ങൾ നിലവിൽ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ ഈ വർഷം ആദ്യ പകുതി വരെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. എന്നാൽ നിരാശപ്പെടേണ്ട. വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ, അതായത് വ്യാഴമറ്റം സംഭവിക്കുന്നതോടെ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥലമാറ്റമോ പ്രമോഷനോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നതാണ്. നിങ്ങൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന മേടക്കൂറുകാരാണെങ്കിൽ 12-ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം ചില തടസ്സങ്ങൾക്ക് ശേഷം വിദേശ യാത്രയൊക്കെ സാധ്യമാവുന്നതായിരിക്കും. ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തണം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം പുതിയ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ അനുകൂലമായ സമയമല്ല. വലിയ തുകകൾ കടം കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. ചിങ്ങം, കന്നി, തുലാ മാസങ്ങളിൽ ബിസിനസ്സിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിപണിയെക്കുറിച്ചും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം പണം നിക്ഷേപിക്കുക.
എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക വർഷമാണ് 2026. ചിങ്ങം പുതുവർഷം. മേടക്കൂറുകാർക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ല. എങ്കിലും അനാവശ്യ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 12ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന യാത്രകൾക്ക് വേണ്ടിയോ പണം ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കൃത്യമായി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ജീവിക്കാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കണം. എങ്കിലും 11ലെ ശനി നിങ്ങൾക്ക് കൃത്യമായ വരുമാന സ്രോതസ്സുകൾ ഉറപ്പു നൽകുന്നുണ്ട്. ലോട്ടറി, ഷെയർ മാർക്കറ്റിംഗ് തുടങ്ങിയ ലളിതമായ വഴികളിലൂടെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്ന് കരുതി ആരും വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൽ വലിയ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയിലേക്ക് ബാങ്ക് ലോണുകൾ എളുപ്പത്തിലൊക്കെ അനുവദിച്ചു കിട്ടുന്നതായിരിക്കും. മുൻകാലങ്ങളിൽ നിങ്ങൾ കൊടുത്ത കടങ്ങളൊക്കെ ഈ വർഷം തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് മേടക്കൂറുകാരുടെ കുടുംബജീവിതം അല്ലെങ്കിൽ പ്രണയം, വിവാഹം എന്നിവ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാവുന്നതാണല്ലേ. കുടുംബജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അശ്വാരസങ്ങൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക എന്നത് ഈ വർഷം മേടക്കൂറുകാർക്ക് വളരെ നിർണായകമാണ്. നിങ്ങളുടെ ചില വാക്കുകൾ കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ഈ വർഷം കൂടുതൽ ശ്രദ്ധ വേണ്ട സമയവുമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യത്തിനായി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായോ പണസംബന്ധമായോ ഉള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്നാം കക്ഷികളെ ഇടപെടുത്താതെ പരസ്പരം സംസാരിച്ചു തീർക്കാൻ ശ്രമിക്കുക. പ്രണയിക്കുന്നവർക്ക് ഈ വർഷം കുറച്ചുകൂടി പരസ്പര വിശ്വാസം വളർത്തിയെടുക്കേണ്ടി വരുന്നതായിരിക്കും. ചെറിയ കാര്യങ്ങളുടെ പേരിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംശയങ്ങൾ ഒഴിവാക്കുക. വിവാഹം ആലോചിക്കുന്ന മേടക്കൂറുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തടസ്സങ്ങൾ നേരിട്ടാലും 2027ൻ്റെ തുടക്കത്തോടെ ഇല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാന പകുതിയിലോ അനുകൂലമായ വിവാഹ ബന്ധങ്ങളൊക്കെ ഒത്തുവരുന്നതായിരിക്കും. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മേടക്കൂറുകാർ ഈ വർഷം ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. 6ാം ഭാവത്തിലെ കേതു 12ാം ഭാവത്തിലെ രാഹുവും വിട്ടുമാറാത്ത ചില അസുഖങ്ങൾ തന്നേക്കാം. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ രോഗങ്ങൾ, അലർജി, കണ്ണ് അല്ലെങ്കിൽ കാലുകൾക്ക് ഉണ്ടാവുന്ന വേദന എന്നിവയൊക്കെ നിങ്ങളെ അലട്ടിയേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. യാത്രകളിൽ അമിത വേഗത ഒഴിവാക്കുന്നത് അപകടങ്ങൾ തടയാൻ സഹായിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ മേടക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം തുടക്കത്തിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുന്നതായിരിക്കും. മനസ്സ് ചഞ്ചലപ്പെടാനും ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ ശനിയുടെ അനുഗ്രഹം കൊണ്ട് മികച്ച വിജയം നേടാനാവും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്കോ ദൂരദേശ യാത്രകളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അനുകൂലമായ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ കഠിനമായി ശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചിങ്ങവർഷത്തിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനുമായി മേടക്കൂറുകാർ ചെയ്യേണ്ട ചില ലളിതമായ ജ്യോതിഷ പ്രതിവിധികൾ ഇനി പറയാം. ഒന്നാമതായി, മേടക്കൂറിൻ്റെ അധിപൻ ചൊവ്വയാണ്. അതിനാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകമോ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയോ നടത്തുക. രണ്ടാമതായി, 12ാം ഭാവത്തിലെ രാഹുദോഷം മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ നാഗരാജാവിന് വഴിപാടുകൾ കഴിക്കുക. നാഗരൂട്ടോ പാലഭിഷേകമോ ഒക്കെ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കുന്നതായിരിക്കും.
മൂന്നാമതായി ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ്യോ ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ഭയവും നെഗറ്റീവ് ചിന്തകളൊക്കെ അകറ്റി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പുഷ്പാഞ്ജലി കഴിക്കുന്നത് ദോഷശമനത്തിന് നല്ലതാണ്. അപ്പോൾ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ചിങ്ങം പുതുവർഷ ഫലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ? ഈ വർഷം വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും മറികടന്ന് വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടവക്കൂറിൻ്റെ പുതുവർഷ ഫലവുമായി വീണ്ടും കാണാം. ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും വിജയവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.